ഹലോ, എല്ലാവർക്കും ടോക്സ് ഓൺ ബോർഡ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അശ്വിൻ ഭാസ്കർ. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് UiPath സ്റ്റുഡിയോ എങ്ങനെ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ ഇൻസ്റ്റാൾ ചെയ്യാമെന്നതാണ്. അതിനായിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മളൊരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഞാനിപ്പം ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ഗൂഗിൾ ക്രോം ആണ്. സോ ജസ്റ്റ് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തു. അടുത്തതായിട്ട് UiPath എന്ന് സെർച്ച് ചെയ്യുക. UiPath. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ വരുന്ന UiPath.com എന്ന വെബ്സൈറ്റിലോട്ട് നമുക്ക് കയറാം. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ ഓട്ടോമേഷൻ ക്ലൗഡിലോട്ട് ലോഗിൻ ചെയ്യണം. അതിനായിട്ട് ജസ്റ്റ് ഈ യൂസർ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആ ഗൂഗിൾ അക്കൗണ്ട് വെച്ച് നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കും. അതല്ല മൈക്രോസോഫ്റ്റോ ലിങ്ക്ഡിനോ മറ്റ് അക്കൗണ്ടുകളാണ് നമുക്കുള്ളതെങ്കിൽ അത് വെച്ചിട്ടും ഈ സൈൻ ഇൻ വിത്ത് അനദർ അക്കൗണ്ട് എന്ന ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം. ഇപ്പം ഞാൻ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ കൊടുക്കുകയാണ്. ഓക്കെ, എൻ്റെ അക്കൗണ്ട് സെലക്ട് ചെയ്യുന്നു. UiPath ഓട്ടോമേഷൻ ക്ലൗഡ് ഇപ്പോൾ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് ജസ്റ്റ് ഇവിടെ കാണുന്ന ഈ ഹെൽപ്പിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡൗൺലോഡ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷൻസ് കാണാം. ഒന്ന് എൻ്റർപ്രൈസ് എഡിഷൻ, മറ്റൊന്ന് കമ്മ്യൂണിറ്റി എഡിഷൻ. എൻ്റർപ്രൈസ് എഡിഷനും കമ്മ്യൂണിറ്റി എഡിഷനും നമ്മുടെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ എൻ്റർപ്രൈസ് എഡിഷൻ യൂസ് ചെയ്യുന്നത് ഓർഗനൈസേഷൻസിലായിരിക്കും. അത് പെയ്ഡ് ആയിരിക്കും. നമുക്ക് ഫ്രീ ആയിട്ട് പിന്നെ സ്റ്റഡി പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാനാണ് കമ്മ്യൂണിറ്റി എഡിഷൻസ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഇത് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ എൻ്റെ ഡൗൺലോഡ്സ് ഫോൾഡറിൽ UiPathൻ്റെ ഫയൽ ഡൗൺലോഡായി കിടക്കുന്നുണ്ട്. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ സ്ക്രീനിൽ നമുക്കിങ്ങനെ വെൽക്കം ടു UiPath സെറ്റപ്പ് എന്ന് കാണാം. അവിടെ നമ്മൾ ജസ്റ്റ് ക്വിക്ക് തന്നെ സെലക്ട് ചെയ്താൽ മതി. ഇവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്യുക. ക്ലിക്ക് ഓൺ ഇൻസ്റ്റാൾ. ഓക്കെ, ഇത് ഇൻസ്റ്റാൾ ആയി വരാൻ കുറച്ച് സമയം എടുക്കും. നമുക്കതിൽ വെയിറ്റ് ചെയ്യാം. ഇവിടെ ഇൻസ്റ്റാളേഷൻ്റെ മിഡിലായിട്ട് നമുക്ക് ഇങ്ങനൊരു പിന്നെ പോപ്പപ്പ് വരുന്നതാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് UiPathന് ക്രോം ബ്രൗസറായിട്ട് ഇൻട്രാക്ട് ചെയ്യണമെങ്കിൽ ഒരു എക്സ്റ്റൻഷൻ ആവശ്യമുണ്ട്. അപ്പോൾ ആ എക്സ്റ്റൻഷൻ ഇപ്പോൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്യണോ എന്നുള്ളൊരു പിന്നെ പോപ്പപ്പാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ക്രോം ക്ലോസ് ചെയ്യണം. ഞാൻ ക്രോം ക്ലോസ് ചെയ്യുന്നു. അതിന് ശേഷം ജസ്റ്റ് ഓക്കെ കൊടുക്കുന്നു. ഓക്കെ, സെറ്റപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് ലോഞ്ച് UiPath സ്റ്റുഡിയോയിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് ടൈം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു സൈൻ ഇന് വേണ്ടി ചോദിക്കും. അപ്പോൾ ജസ്റ്റ് ഈ സൈൻ ഇനിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ നേരത്തെ ലോഗിൻ ചെയ്യാൻ യൂസ് ചെയ്ത സെയിം ക്രെഡൻഷ്യൽസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം. ഇപ്പോൾ ഗൂഗിൾ അക്കൗണ്ടാണ് എടുത്തെങ്കിൽ ഗൂഗിൾ അക്കൗണ്ട് തന്നെ കൊടുത്താൽ മതി. ഇപ്പോൾ എൻ്റെ ഇതിൽ ഓൾറെഡി അത് ലോഗിൻ ആയിരുന്നതുകൊണ്ട് ഡയറക്റ്റ്ലി ഓപ്പൺ UiPath എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പോപ്പപ്പിൽ ഓപ്പൺ UiPath ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ടൈം ലോഗിൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഒരു വെൽക്കം ടു സ്റ്റുഡിയോ എന്നുള്ള ഓപ്ഷൻ കാണാം. ഇവിടെ നമുക്ക് UiPath റിലേറ്റഡ് വീഡിയോസും പിന്നെ UiPath അക്കാദമിയിലൊക്കെ പോകണമെങ്കിൽ ഡയറക്റ്റ് ലിങ്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനിത് ക്ലോസ് ചെയ്യാണ്. അപ്പോൾ ഇതാണ് UiPathൻ്റെ സ്റ്റാർട്ട് സ്ക്രീന്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മളൊരു പുതിയ പ്രോസസ്സ് അല്ലെങ്കിൽ ലൈബ്രറി ഒക്കെ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ ഒരു പ്രോസസ്സ് ഓപ്പൺ ചെയ്യാമെന്നും ഒരു പ്രോജക്റ്റ് എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാം. സ്റ്റാർട്ട് സ്ക്രീനിൽ തന്നെ ഇവിടെ ലെഫ്റ്റ് ബോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ കറൻറ്റ്ലി യൂസ് ചെയ്യുന്ന വേർഷൻ നമ്പർ ഏതാണെന്ന് അറിയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന കമ്മ്യൂണിറ്റി എഡിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡിയോ 2023.4.2 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളായി UiPath സ്റ്റുഡിയോ കമ്മ്യൂണിറ്റി എഡിഷൻ നമ്മുടെ മെഷീനിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഹാപ്പി ഓട്ടോമേഷൻ വിത്ത് ടോക്സ് ഓൺ ബോർഡ്സ്. താങ്ക് യു.